വാർത്താ വകുപ്പ് സെക്രട്ടറി കെ വാസുകി IAS, അതിൽ പങ്കെടുക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ, ബഹുമാനായ നമ്മുടെ MLA ടി ടൈസൺ മാസ്റ്റർ, മറ്റ് വിശിഷ്ട അതിഥികളെ സുഹൃത്തുക്കൾ, വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര പ്രവാസി ദിനം ലോകമെമ്പാടുമുള്ള പ്രവാസി സമൂഹത്തിൻ്റെ സമർപ്പണത്തിനും ത്യാഗത്തിനും ആദരവ് അറിയിക്കുന്ന ദിവസമാണ് എന്ന് നമുക്കറിയാം. ഓരോ പ്രവാസിയും തങ്ങളുടെ സ്വപ്നങ്ങളുടെയും കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനായി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യഭൂമിയിലെ ജീവിതമെന്ന കഠിനമായ പാത സ്വീകരിക്കുന്നവരാണ്. പ്രവാസികൾ ഒരു രാജ്യത്തിന് സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹിക അടിത്തറയുടെയും സാമൂഹിക ഘടകങ്ങളുടെ അടിത്തറക്കും പ്രധാനമായവരാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അവരുടെ പരിശ്രമം ഈ രാജ്യത്ത് സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ചയിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുന്നതിനും സാധ്യമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്ത് പ്രവാസികളായ സഹോദരങ്ങൾ രാജ്യത്തിൻ്റെ വിദേശ വരുമാന ശേഖരത്തിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിനും ലോക മലയാളി സമൂഹത്തിനുമൊക്കെ പ്രവാസികൾ ചെയ്യുന്ന വിലപ്പെട്ട സേവനങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി അവരോട് നീതി പുലർത്തുകയും ചെയ്യേണ്ടത് പൊതുവെ കേരളീയരുടെ ബാധ്യതയാണ്. ചലച്ചിത്രങ്ങൾക്കപ്പുറമുള്ള യഥാർത്ഥ പോരാട്ടം കൂടിയാണ് പ്രവാസം എന്ന വസ്തുത നാം മറന്നുകൂടാ. ഒരുപാട് വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് ചർച്ച നടക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് ദീർഘമായി സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഇവർ, രാജ്യത്തെ പാവപ്പെട്ടവർ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, അരികവൽക്കരിക്കപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാവരുടെയും പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല. കേരളത്തിൻ്റെ വളർച്ചയിൽ ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും, രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും മതരംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും ഒക്കെ പ്രവാസികളെ കയ്യൊപ്പ് വെക്കാത്ത ഒരു രംഗവും ഇല്ല എന്ന് അവിതർക്കിതമായി പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇത്രയേറെ മുതൽക്കൂട്ടായിട്ടുള്ള പ്രവാസികളെ നമുക്ക് എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്ന ഒരു ആത്മപരിശോധന കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഗവൺമെന്റ് നമുക്കറിയാം, ലോക കേരള സഭയിലൂടെ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെയൊക്കെ അവരുടെ കൂടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നോർക്കയിലൂടെ മുന്നോട്ട് പോകാനുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള നോർക്ക ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു എന്നത് അനുഭവവേദ്യമാണ്. വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ കൂടി നോർക്ക കണ്ടെത്തുകയും അതിലേക്ക് സൗജന്യമായ ആളുകൾ കൂടിച്ചേർ സംവിധാനം കൂടി ഇടക്കാലത്തുണ്ടായി എന്നത് ഏറെ പ്രശംസനീയമാണ്. ഈ രംഗത്ത് നടക്കുന്ന വലിയ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഇതിനുള്ള ഒരു പരിവർത്തനത്തിന്റെ പാത തുറക്കാൻ കൂടി അവർക്ക് സാധിച്ചു എന്നത് ഏറെ സന്തോഷകരമാണ്. ഈ സംരംഭത്തെ, ഈ സമ്മേളനത്തിന്റെ സർവ്വവിധ ഭാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പരിപാടിയിൽ ആശംസ അറിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLA ശ്രീ ടൈസൺ മാസ്റ്റർ അവർക്ക് സാദരം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട നോർക്ക റൂട്ട്സിന്റെ റെസിഡൻസ് വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്നവരുടെ ശ്രീ അഹമ്മദ് തേറഗോവിൽ, സ്വാഗതം പറഞ്ഞ ഡോക്ടർ കെ വാസുകി, അതുപോലെ വേദിയിലിരിക്കുന്ന അജിത് കോണശ്ശേരി ഉൾപ്പെടെ പ്രിയപ്പെട്ടവർ, സ്വാഗതത്തിൽ അതുപോലെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിരവധിയായ വിഷയങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരുമിച്ചൊരു ചർച്ച നടത്താനും ഒക്കെയുള്ള ഒരു ദിനമായി അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം മാറുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്ക് ആദ്യമായി രേഖപ്പെടുത്താനുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനമാണ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും ഗൗരവപ്പെട്ടതിൽ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ പുറത്തുള്ള
മറ്റു പല പ്രദേശങ്ങളിൽ ഇതിനോട് ബന്ധപ്പെട്ടൊക്കെ പോകാൻ കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അവിടെയൊക്കെ ഇത്തരം യോഗങ്ങൾക്കോ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾക്കോ ഉള്ള ഒരു പരിശ്രമം ഉണ്ടാകുന്നില്ല എന്ന് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാസികളായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ചിന്തിക്കുകയും എന്ത് പരിപാടിയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അതിന്റെ ഏറ്റവും ഉയർന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റ് എന്ന അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് വിലയിരുത്തപ്പെടുമെന്ന് തന്നെയാണ്. അത് കേവലമുള്ളൊരു വർത്തമാനമായിട്ട് കാണേണ്ടതില്ല. അതിന്റെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സംസ്ഥാനത്തിനും എനിക്ക് തോന്നുന്നു ഒരു ഹാബിലിറ്റേഷൻ, മടങ്ങി വരുന്ന പ്രവാസികൾ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് ഒരു ധാരണയില്ല. മടങ്ങി വന്ന പ്രവാസികളുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം അവർ കൈകാര്യം ചെയ്യുന്നതാണ്. അത് ഗവൺമെന്റിന്റെ ഒരു വിഷയമേ അല്ല അവിടെയൊന്നും. അല്ലെങ്കിൽ അത്തരം ഇനി വരാൻ പോകുന്ന ഇപ്പൊ നമ്മൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കുടിയേറ്റം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അതൊന്നും അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്കേ വരുന്നില്ല. അതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റുമെല്ലാം വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അർത്ഥം ആ ഗൗരവത്തിൽ മുന്നോട്ട് പോകുന്നു ഈ സർക്കാർ. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണങ്ങളൊക്കെ ഈ ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള പുതിയ പുതിയ ചിന്തകൾ വീണ്ടും ഉണ്ടാകാനുള്ള സഹായകരമായ രീതിയിലേക്ക് ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുമിച്ച് സഹപ്രവർത്തന ഞങ്ങളുടെ സ്പീക്കറൊക്കെ ആയിരിക്കുന്ന ശ്രീരാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടും. താങ്ക് യു സർ. പരിപാടി അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രവാസികാര്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവതരണം നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അജിത് കോലശ്ശേരി നടത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര പ്രവാസി ദിനത്തിന്റെ ആശംസകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ പ്രവാസികൾ കേരളത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രവാസവും പ്രവാസികളും കേരള വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനവും ജനങ്ങളും സർക്കാരും പ്രവാസികളോട് പ്രതിബദ്ധതയോടുകൂടി ആണ് പെരുമാറുന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പ്രവാസികളുടെ ക്ഷേമവും അവരുടെ അവകാശങ്ങളും അതോടൊപ്പം തന്നെ തിരിച്ചുവരവിന്റെ യാഥാർത്ഥ്യം മനസ്സിലെടുത്തുകൊണ്ട് അവരുടെ പുനരധിവാസവും പുനഃസംയോജനവും പ്രധാനപ്പെട്ട പദ്ധതികളാക്കിക്കൊണ്ട് പ്രവാസി കാര്യ വകുപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മുന്നോട്ട് വെച്ചത് കേരളമാണ്. നമുക്കതിന്റെ ചരിത്രത്തിന്റെ വഴികളിലൂടെ ഒന്ന് മുന്നോട്ട് പോവാം. 1970 മുതൽ വളരെ ചടുലമായ ഒരു കുടിയേറ്റ ചരിത്രമാണ് കേരളം കണ്ടത്. ആദ്യ നാളുകളില് സ്കിൽഡെന്നോ അൺസ്കിൽഡോ എന്നില്ലാതെ കൂടുതലും അവിദഗ്ധ തൊഴിലാളികളാണ് പ്രവാസത്തിന് വേണ്ടി മുന്നോട്ട്